ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയിൽ നിന്ന് ഹൃദയപൂർവ്വം ഓശാനയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. നമുക്കിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവായി, അതും സമാധാന രാജാവായി നമുക്ക് അങ്ങനെ ഏറ്റുപറയാൻ കഴിയുന്നുണ്ടോ? അഥവാ അവൻ നമ്മുടെ സമാധാനമാണ്, അവൻ നമ്മുടെ സമാധാനത്തിൻ്റെ രാജാവാണ്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നം വന്നാലും, പ്രതിസന്ധികൾ എത്രമാത്രം വലുതായി അത് നമ്മുടെ ജീവിതത്തിൽ അലയടിച്ചാലും, നമുക്ക് ഈശോയിൽ സമാധാനം കണ്ടെത്താൻ, ഈശോയെ നമ്മുടെ സമാധാന രാജാവായി എപ്പോഴും പരിഗണിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ നമുക്ക് പരിഗണിക്കണമെങ്കിൽ, എല്ലാറ്റിലും അവനെ നമ്മുടെ സമാധാനമായി പരിഗണിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുഹിതത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു, തൊട്ടടുത്ത് മറ്റൊരു കാര്യം സംഭവിക്കുന്നു, ഇങ്ങനെ ഒന്ന്, അതിനുശേഷം മറ്റൊന്ന്, അതിനുശേഷം മറ്റൊന്ന്, അതിനുശേഷം മറ്റൊന്ന് എന്നിങ്ങനെ നമ്മൾ പരിഗണിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനം ആ ദിനം നമ്മൾ നോക്കുമ്പോൾ ഈശോയോടുള്ള നമ്മുടെ ബന്ധം കുറച്ചുകൂടെ മെച്ചപ്പെടുന്നതിനോ നമ്മുടെ ഹൃദയത്തിൽ ഒരു അനുതാപം ഉളവാകുന്നതിനോ ഒക്കെ ആ ദിനം അതിൻ്റെ അന്ത്യത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ സ്വർഗോന്മുഖമായി കുറച്ചുകൂടെ യാത്ര ചെയ്യുന്നതിന്, പക്ഷേ അതിലേക്ക് നയിച്ചതാകട്ടെ തൊട്ട് മുൻപ്, അതിന് തൊട്ട് മുൻപ്, അതിന് തൊട്ട് മുമ്പ്, ഇങ്ങനെ പുറകോട്ട് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേദന എന്ന് കരുതിയ, തെറ്റിപ്പോയി എന്ന് കരുതിയ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും. കാരണം അങ്ങനെയാണ് നമ്മൾ തൊട്ടടുത്ത ചിന്തയിലേക്ക് നമ്മുടെ ബുദ്ധിയെ, മനസ്സിനെ തിരിച്ചുവിട്ടത്. അപ്പോൾ ദൈവം സകലതിനെയും നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സഭാപ്രസംഗന്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം, നീതിമാനെയും ജ്ഞാനിയെയും അവരുടെ പ്രവൃത്തികളെയും ദൈവം നിയന്ത്രിക്കുന്നു എന്ന് ഞാൻ ആഴത്തിൽ ചിന്തിച്ചറിഞ്ഞു. അത് സ്നേഹപൂർവകമോ ദേഷ്യപൂർവകമോ എന്ന് മനുഷ്യനറിയുന്നില്ല. നമ്മുടെ സമാധാനമാണ് ഈശോ എന്ന് നമുക്ക് അനുദിന ജീവിതത്തിൽ എപ്പോഴും പ്രഘോഷിക്കാൻ കഴിയണമെങ്കിൽ ദൈവകരങ്ങളിൽ നിന്ന് സംഭവിക്കുന്നതെല്ലാം നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. അങ്ങനെ സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ എല്ലാം ആകത്തുകയിൽ ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈശോയോടുള്ള കൂട്ടായ്മയാണ്. അതിനാണ് അവിടുന്ന് ഒരു വേള നമുക്ക് പോലും മനസ്സിലാകാത്ത വിധത്തിൽ നീതിമാനെയും ദുഷ്ടനെയും നിയന്ത്രിക്കുന്നത്. നന്മയ്ക്ക് വേണ്ടിയോ തിന്മയ്ക്ക് വേണ്ടിയോ എന്നുപോലും അറിയാത്ത വിധത്തിൽ ദൈവത്തോട് സഹകരിക്കാൻ, നമ്മുടെ സ്വന്തം സ്വാതന്ത്ര്യം കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് നന്മ പുറപ്പെടുവിക്കാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തെ എപ്പോഴും നമുക്ക് മുൻപോട്ട് നയിക്കാം. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൽ നിന്നെല്ലാം ആത്യന്തികമായി നന്മ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരുവനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. അതായത് ശൂന്യതയിൽ നിന്നാണ് എല്ലാത്തിനെയും അവിടെ നിന്ന് രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ സകലതിനെയും നന്മ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരുവനെയാണ് നമ്മൾ സമാധാന രാജാവ് എന്ന് വിളിക്കുന്നത്. ആ നിലയിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളിലും ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന തിരുനാൾ, ഈശോയെ നമ്മുടെ രാജാവ് എന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ അവൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ എന്നേക്കുമായി നിലനിൽക്കട്ടെ. എല്ലാ പ്രശ്നങ്ങളിലും അവിടുന്ന് നമ്മുടെ ഉറ്റ പ്രതീക്ഷയുമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലും പുത്രനായ ഈശോയുടെ കൃപാവരത്തിലും നമ്മളെ എപ്പോഴും അവിടുന്ന് തന്നെ കാത്തു സൂക്ഷിക്കട്ടെ. ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഓശാന തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.